അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ ആദ്യത്തിന് ഇതിനായിട്ട് ഒരു കടായിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കുക, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ അളവ് കപ്പിലല്ലേ വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഗ്ലാസ്സിലാണ് വെള്ളം അളന്നെടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ ബാക്കിയെല്ലാം അളന്നിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഒരുപാട് അങ്ങ് ചേർക്കണ്ട, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് ചക്കപ്പഴം അടിച്ചെടുത്തതാണ്. ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത ചക്കപ്പഴമാണ്. വരിക്ക ചക്കപ്പഴം അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ്, അതും 250 ml കപ്പിന് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവുകൾ കൃത്യമായിട്ട് എടുക്കുക. ഒരുപാട് ചക്കപ്പഴം അടിച്ചെടുത്തത് ചേർക്കരുത്. ഈ ഒരു 1/2 കപ്പ് മാത്രം ചേർത്താൽ മതിയാവും. വെള്ളമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പൊ കട്ടകളില്ലാതെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചക്കപ്പഴം അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകിൽ ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പൊ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിനുള്ള അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുത്തു, വീണ്ടും 1 കപ്പും കൂടി ഇട്ട് കൊടുക്കുക. കറക്റ്റ് പാകത്തിന് ആണ് നമ്മൾ എല്ലാ അളവുകളും എടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്ത വെള്ളവും ചക്കപ്പഴത്തിന്റെ പേസ്റ്റും ഒക്കെ കറക്റ്റ് അളവാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇടിയപ്പത്തിന്റെ മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് ഡ്രൈ ആയി പോയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളം അധികം തിളപ്പിച്ച് വെക്കുക. എന്നിട്ട് 1/4 കപ്പ് വെള്ളം എടുക്കുക, ബാക്കി 1/4 കപ്പ് വെള്ളം മാറ്റി വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇടിയപ്പത്തിന്റെ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഈ പാത്രത്തിൽ തന്നെ വെക്കണ്ട, അപ്പൊ ചൂട് കാരണം ഡ്രൈ ആയി പോകും. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ചക്കപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചക്കപ്പഴം വെന്തുടഞ്ഞ് പോവേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അളന്നെടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴം എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ചിരകിയ തേങ്ങയും 1/2 കപ്പ് എടുക്കാം. 1-2 മിനിറ്റും കൂടെ ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിരകിയെടുത്ത തേങ്ങയും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച ശർക്കര 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കല്ലുമണ്ണോ അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് ഉരുക്കി അരിച്ചൊഴിച്ചിട്ട് നമ്മൾ വയറ്റിയെടുത്തില്ലേ ആ ഒരു സമയം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് വറ്റി വരുമ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചക്കപ്പഴത്തിന് നല്ല മധുരം ആയതുകൊണ്ടാണ് 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക.
എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതാ 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാൻ എടുത്ത അത്ര സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി ഇത് എടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുക്കുക, എന്നിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. മാവ് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഉരുട്ടിയെടുത്ത മാവ് സേവനാഴിയിൽ ഇട്ട് കൊടുക്കാം. എണ്ണ തടവിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഒരു വാഴയിലയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ആ വാഴയിലയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വാഴയിലയിൽ ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാം. കണ്ടല്ലേ നല്ല സ്മൂത്തായിട്ട് ഇതാ വരുന്നുണ്ട്. ആദ്യം നമുക്ക് കുറച്ചൊന്ന് മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിക്കാം. കുറച്ച് വലുതായിട്ടാണ് ചുറ്റിച്ചെടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ആ സെൻറ്ററിൽ മാത്രം വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന ചക്കപ്പഴം വെച്ചിട്ട്. നമ്മൾ സാധാരണ നേന്ത്രപ്പഴം വെച്ചിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. ചക്കപ്പഴം വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് ഫില്ലിങ് അങ്ങ് വേണ്ട, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ടിട്ട് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മാവ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കവർ ചെയ്യത്തക്ക രീതിയിൽ ഇതുപോലൊന്ന് ചുറ്റിച്ച് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വലിയ വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 2 രീതിയിലാണ് കാണിക്കുന്നത്. ഇത് ഒരു രീതിയാണ്. ഇനി രണ്ടാമത്തെ രീതി കാണിച്ചു തരാം. ഇനി ഇതുപോലത്തെ നീളമുള്ള ഒരു വാഴയില എടുക്കുക, എന്നിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. മാവ് അതുപോലെ നീളത്തിലൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കനം കൂടരുത്. ഇതുപോലൊന്ന് ചുറ്റിച്ച് മാവ് കനം കുറച്ച് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. നമ്മൾ ആ ഫില്ലിങ് ഇതുപോലൊന്ന് റോൾ ചെയ്ത് ഇതുപോലെ നീളത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൻ്റെ ഒരു സ്റ്റീമറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് ആവിയേറ്റി എടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇടിയപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് പുറത്തെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അടുത്തത് ആവിയേറ്റി എടുക്കുന്നത് നമ്മൾ രണ്ടാമത്തെ രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ടില്ലേ, അത് ഇതുപോലെ വാഴയിൽ വെച്ചിട്ട് വെച്ച് കൊടുക്കാം. ഒരു 3 എണ്ണമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് മൂടി വെച്ച് ആവിയേറ്റി എടുക്കാം. ഒരു 10 മിനിറ്റ് ആവിയേറ്റി എടുത്താൽ മതി. അപ്പോൾ നമ്മളിതും 10 മിനിറ്റ് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുത്ത് മാറ്റി വെക്കാം. ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് പുറത്തെടുക്കുക. ചക്കപ്പഴം വെച്ചിട്ടുള്ള നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി മുറിച്ച പീസ് അങ്ങ് എടുക്കാം. അപ്പോൾ കടയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചക്കപ്പഴം വെച്ചിട്ടുള്ള നൂലപ്പം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ നൂലപ്പം നമ്മൾ റോൾ ചെയ്താണ് എടുത്തിട്ടുള്ളത്. അതും നല്ല ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. ലഞ്ച് ബോക്സിലും അല്ലാതെ ചായ പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ, വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ചക്കപ്പഴം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. അപ്പം ചക്കപ്പഴം വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്